ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കോഴിക്കോടൻ രീതിയിൽ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം അല്ലേ. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ 1 കിലോ ചിക്കനാണ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിൽ നമ്മൾ എടുത്തത്. ഇപ്പോൾ കൂടുതൽ ആവശ്യത്തിന് 2 കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേവിക്കാനുള്ള ചട്ടി വെക്കുക. ഞാൻ കുറച്ച് വലിയ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ഇളക്കാനൊക്കെ സൗകര്യം ഉണ്ടാവും. അതിൽ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. അതിന് ശേഷം നമ്മളിപ്പോൾ 1 കിലോ ചിക്കനിലേക്കുള്ള മുളക് പൊടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു സ്പൂണിന് 3 സ്പൂണ് എടുക്കാം. ഇത് കൂടുതൽ വേണ്ട ആളുകൾക്ക് കൂടുതലായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കൻ ആയതുകൊണ്ട് ഇത്രയും മതി എന്നാണ് തോന്നുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സിമ്മാക്കി വെച്ചിട്ട് വേണം മുളക് മൂപ്പിക്കാനായിട്ട്. മൂപ്പിക്കുമ്പോൾ നന്നായിട്ട് കറുത്ത് പോവാത്ത വിധത്തിൽ നല്ല രീതിയിൽ ഈ മൂത്തായിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കറുത്ത് പോകരുത്, കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഇനി സവോള ഇടുന്നുണ്ട് കേട്ടോ. സവോളയും പച്ചമുളകും. ഇതിപ്പോൾ 3 ഒരു മീഡിയം ലെവലിലുള്ള സവോളയാണ് നമ്മൾ 1 കിലോ ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നമ്മൾ ഈ സവോള മൂപ്പിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ അത് നല്ലതാണ് കേട്ടോ. സവാള കുറച്ചൊന്നൊരു മൂപ്പാകുമ്പോൾ പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെയുള്ള ഒരു പേസ്റ്റ് നമ്മളിപ്പോൾ ഇടിച്ചതാണ്. വേണമെങ്കിൽ അത് കുറേ കൂടുതലുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുകയും ചെയ്യാം നമുക്ക് കേട്ടോ. ഇതിപ്പോൾ ഇടികല്ലിൽ വെച്ച് ഇടിച്ച ഇഞ്ചിയും വെളുത്തുള്ളി, അതൊക്കെ ആവശ്യത്തിന് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഉണ്ടോ തന്നെ കാണാൻ എന്താല്ലേ, വായിൽ വെള്ളം വരുന്നുണ്ടോ? ഇനി ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇവിടെ തക്കാളി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കിപ്പോൾ ഒരു 2 തക്കാളിയാണ് നമ്മൾ മീഡിയം ലെവലിലുള്ള ചെറിയ, നന്ന ചെറുതും അല്ല അത്ര വലുതും അല്ലാത്ത 2 തക്കാളിയാണ് ഇതിനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഈ തക്കാളിയും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഈ സവോളയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും എല്ലാം കൂടെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് മുളകും ഉപ്പും ആ സവോളേൻ്റെ ടേസ്റ്റും തക്കാളീൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റവ് സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചിക്കൻ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് വെക്കുക. ചിക്കനൊന്ന് വഴന്ന് കഴിയുമ്പോൾ 2 ഗ്ലാസ് വെള്ളം വെക്കുക. ഇപ്പോൾ ഏകദേശം ഇത്ര വെള്ളം മതിയാവും കേട്ടോ. ഇത്രയും കുറച്ച് സാധനം ആയതുകൊണ്ട് അത്ര മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇനി അതിലേക്കൊരു 3 ചെറിയ സ്പൂണാണ് കേട്ടോ, 3 സ്പൂണ് ചിക്കൻ മസാല ആഡ് ചെയ്യുക. അത്രയും മതിയാവും. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ നന്നായിട്ട്. അതിനിടയിൽ നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ ആവശ്യത്തിനുള്ളത് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അവസാനമായിട്ട് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴും അവസാനം കറിവേപ്പില ഇടുന്നതായിരിക്കും നന്നാവുക. കറിവേപ്പിലും മല്ലിച്ചപ്പും അവസാനം ഇട്ടിട്ട് സ്റ്റൗ ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ ചിക്കൻ കറി, കോഴിക്കോട് സ്റ്റൈലിലുള്ള സൂപ്പർ ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കറീൻ്റെ അവസാന സ്റ്റൈലിൽ സെർവൊക്കെ ചെയ്ത് വേറെ പാത്രത്തിലാക്കി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി 2 കറിവേപ്പിലയോ ആവശ്യമുള്ളവർക്ക് സവാളയൊക്കെ മുറിച്ചിട്ട് വട്ടത്ത് മുറിച്ചിട്ടിട്ടൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ചിക്കൻ കറി വെക്കുന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.